ഡാഡി എന്തിനാ ഹോട്ടലിന്റെ അധികാരം അവർക്ക് തിരിച്ചു കൊടുത്തത്? അവിടെ നിന്നുണ്ടാവുന്ന നഷ്ടത്തിന്റെ കണക്ക് കേട്ടിട്ട് കണ്ണു നിറഞ്ഞു പോയിട്ടോ മോനെ. അവളതിന്റെ തലപ്പത്തായിരുന്നപ്പോ ഈ സിറ്റിയിലെ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലായിരുന്നു അത്. അതിപ്പോഴോ ആ സ്ഥാപനം മര്യാദയ്ക്ക് കുറച്ചുനാൾ നടന്നു പോട്ടറ മോനെ. ഡാഡി അവളെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ എല്ലാ കച്ചവടങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പേടി പണ്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. കാരണം ഇപ്പൊ എന്റെ മോളൊരു കൊലയാളിയാ. ഒരു തെറ്റും ചെയ്യാതെ നിയമം പാലിച്ചു നടന്നിരുന്ന എന്റെ മകൾക്ക് ഞാൻ ചെയ്യുന്ന തെറ്റായ കച്ചവടങ്ങളെ എതിർക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരു ജീവനെടുത്തവൾക്ക് മയക്കുമരുന്ന് വിൽക്കുന്ന എന്നെ എങ്ങനെ എതിർക്കാൻ പറ്റും? ഇനി ഞാൻ ചെയ്ത പല തെറ്റുകളും ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ എന്നെക്കുറിച്ചും എന്റെ കച്ചവടങ്ങളെക്കുറിച്ചും മുഴുവനായിട്ടും അവൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് പിന്നെ അവൾ മുമ്പിൽ അഭിനയിക്കേണ്ട ആവശ്യം വരില്ല. എന്റെ സാമ്രാജ്യം എനിക്ക് ധൈര്യമായിട്ട് അവളെ ഏൽപ്പിക്കാൻ പറ്റും. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇപ്പൊ എന്റെ മോള് മാറി. അതിന് ബലി കൊടുക്കേണ്ടി വന്നത് ഒരു കുട്ടിയുടെ ജീവനാണെന്ന് മാത്രം. അത് സാരമില്ലടാ. നമുക്ക് ഇത്രയും നല്ലത് നടക്കാൻ ചിലർക്ക് ദോഷം വരണം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഡാഡി ഇപ്പൊ അവളുടെ വലിയ ഫാനായല്ലോ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല സഞ്ജു. അവളുടെ അത്രയും ബുദ്ധി നിനക്കില്ലെന്ന് ഗോപാലേട്ടന് പണ്ടേ അറിയായിരുന്നു. ഇതിപ്പോ ഒരു കുഞ്ഞിനെ കൊന്നിട്ട് അവൾക്ക് സമ്മാനം കൊടുക്കുന്ന പോലെ ആയില്ലേ? ചാച്ചു അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനി മേലാൽ എന്റെ അടുത്ത് മനസാക്ഷിയെ കുറിച്ച് സംസാരിക്കാൻ വന്നേക്കരുത്. പ്രായത്തിന് മൂത്താണെന്ന് ഞാൻ മറന്നു വരും. എല്ലാം ഓക്കെയാണ്. മരിച്ചുപോയ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിയിട്ടുണ്ട്. ഇതതിൻ്റെ കോപ്പിയാ. അന്വേഷണം കൃത്യമായി നടത്താൻ സാധിച്ചിട്ടില്ലെന്നും യഥാർത്ഥ പ്രതി ഗോപാലജിയുടെ ഡ്രൈവർ അല്ലെന്നും കോടതിയെ ധരിപ്പിച്ച ഈ അന്വേഷണം നമുക്ക് പുനരാരംഭിക്കാം. പക്ഷേ അതിന് വ്യക്തമായ തെളിവുകൾ തന്നെ വേണം. എത്ര ബുദ്ധിയുള്ള കുറ്റവാളികളാണെങ്കിലും എന്തെങ്കിലും തെളിവ് ബാക്കി വെക്കാതിരിക്കില്ല. നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും.